സമയങ്ങൾ കടന്നു പോകുമ്പോൾ ദർശ തന്റെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളെ തനിക്ക് നേരെ കൊണ്ടുവന്നു. എന്നിട്ട് പ്രണയത്തോടെ അവളെ നോക്കി. വേദ പക്ഷേ അപ്പോഴും ഏങ്ങലടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ്. അത് കണ്ട് ദർശ പതിയെ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, എന്തു പറ്റി? എന്തിനാ നീ കരയുന്നത്? നിനക്കിവിടെ ഓക്കെ അല്ലേ? തിരികെ പോണോ? ദർശിന്റെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേൾക്കുന്തോറും വേദ പിന്നെയും വെങ്ങിപ്പൊട്ടാൻ തുടങ്ങി. അത് കേട്ട് ദർശ് പിന്നെയും അവളോട് ചോദിച്ചു, എന്തു പറ്റി? നീ കരയാതെ. എനിക്ക് ഇനിയും നിന്റെ കണ്ണുനീര് കാണാൻ കഴിയില്ല വേദ. പ്ലീസ്. നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദനയിൽ നിന്നെ ഞാൻ എന്റെ അടുത്തു നിന്ന് പറഞ്ഞു വിട്ടതുപോലും നിന്റെ കണ്ണുകൾ നിറയുന്നത് കാണാതെ ഇരിക്കാനാണ്. ദർശിന്റെ വിഷമത്തോടെയുള്ള ചോദ്യം കേട്ട വേദ പതിയെ ഇടർച്ചയോടെ പറഞ്ഞു, കിച്ചുവേട്ടാ, ഞാൻ നിങ്ങളെയൊക്കെ മറന്നുവല്ലേ? നിങ്ങളെ വേദനിപ്പിച്ചു അല്ലേ? ഞാൻ പോകരുതായിരുന്നു. ഞാൻ അവിടെ നിൽക്കണമായിരുന്നു അല്ലേ? വേദയുടെ ചോദ്യത്തിൽ അവനൊന്ന് സ്റ്റക്കായിപ്പോയി. അതിന്റെ ഫലമായി വേദയെ ചേർത്ത് പിടിച്ചു നിന്ന അവന്റെ കൈകൾ അവളിൽ നിന്നും അഴിഞ്ഞു. അതറിഞ്ഞ വേദ അവന്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവനെ നോക്കി. എന്താണ് എന്ന പോലെ തല ഉയർത്തി നോക്കിയ വേദ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്നവനെയാണ്. അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ട വേദ പെട്ടെന്ന്, എന്തോ എത്തിക്കിച്ചേട്ടാ, എന്തിനാ കരയുന്നത്? അതിന് അവൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, എങ്ങനെയാ നിനക്ക് ഇങ്ങനെ പറ്റുന്നത്? പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ നിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷെ ഇപ്പോഴും എന്റെ മുന്നിൽ നിൽക്കുന്നത് ആ സ്കൂൾ കുട്ടി വേദ തന്നെയാണ്. എനിക്കായി എന്തും ചെയ്യുന്നവൾ, സ്വയം മറക്കുന്നവൾ. ദർശിന്റെ കണ്ണുകളിൽ അത്ഭുതവും അവന്റെ ചുണ്ടുകൾ വേദനയിൽ ഇടറുന്നുമുണ്ടായിരുന്നു. അത് കണ്ട വേദ അവനെ നോക്കി പറഞ്ഞു, എനിക്ക് അന്നും എന്നും മാറ്റമൊന്നും ഇല്ല കിച്ചേട്ടാ. എന്റെ മാനം കാത്ത ആ ചെറിയ ചെക്കനോട് തോന്നിയ പ്രണയത്തിന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇടയ്ക്ക് ചില മുറിവുകൾ ഉണ്ടായി. അതിനെ ഞാനായി തന്നെ മരുന്ന് വെച്ച് മാറ്റി. അല്ലാതെ നിങ്ങളോട് എനിക്ക് അന്നും ഇന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. വേദയുടെ വാക്കുകളിൽ ദർശന്റെ തല കുനിഞ്ഞുപോയി. അത് കണ്ടതും വേദ അവന്റെ തല ഉയർത്തിക്കൊണ്ട്, ഈ തല കുനിയരുത്, കിച്ചേട്ടൻ ഒരുപാട് ഉയരത്തിലല്ലേ, അപ്പോ എങ്ങനെ തല കുനിച്ച് നിൽക്കരുത്. വേദയുടെ വാക്ക് കേട്ട് ദർശ അവളെ നോക്കിയിട്ട് അവളോട് അപേക്ഷയോടെ, എന്നെ നിന്റെ പഴയ കിച്ചു ആകാൻ സമ്മതിച്ചൂടെ? നിന്റെ പ്രണയം എനിക്ക് തരാൻ സമ്മതിച്ചൂടെ? എന്റെ തെറ്റു പുറത്തൂടെ? എനിക്ക് സ്നേഹിക്കാനൊക്കെ. അവന്റെ വാക്കുകളിൽ വേദയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവൾ നിൽക്കുന്ന ഓരോ നിമിഷവും അവൾ അനുഭവിക്കുന്ന സന്തോഷം, ഇത്രയും വർഷം അവളുടേതായ ലോകം വേദ, അവളുടെ സ്വപ്നങ്ങളും എല്ലാം വേദ കണ്ടെത്തിയിട്ടും അവളിൽ നിന്ന് അകന്നുപോയ സന്തോഷവും ഒപ്പം അവൾക്കുള്ളിൽ ഉണ്ടായിരുന്ന ശൂന്യത, അതെന്താണ് എന്ന് ദർശിന്റെ അടുത്ത് നിൽക്കുമ്പോൾ വേദ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ദർശിന്റെ ചുറ്റുമുള്ളപ്പോഴാണ് വേദ സന്തോഷവതിയാകുന്നത് എന്ന് അവന്റെ സാമീപ്യം, അതാണ് വേദയിൽ ഉണ്ടാക്കുന്ന സമാധാനം എന്നും വേദയ്ക്ക് മനസ്സിലായി. അതിനാൽ തന്നെ അവൾ പതിയെ തലയാട്ടി. അത് കണ്ട ദർശ്, "Can I kiss you?" ദർശിന്റെ ചോദ്യത്തിൽ വേദയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അത് കണ്ട ദർശ് കുസൃതി ചിരിയോടെ തനിക്ക് അരയ്ക്കൊപ്പം മാത്രം പൊക്കമുള്ള വേദയെ അവളെ നോക്കിക്കൊണ്ട് അവളെ അരയിൽ ചുറ്റി പിടിച്ചു പൊക്കി. അവളുടെ മുഖം ഇപ്പോൾ ദർശന്റെ നേരെയാണ്. വേദയുടെ കണ്ണുകൾ പിടയ്ക്കുന്നുമുണ്ട്, ചുണ്ടുകൾ വിറയ്ക്കുന്നുമുണ്ട്, ഒപ്പം നെഞ്ചു വല്ലാതെ പിടയ്ക്കുന്നു. ഇതെല്ലാം ദർശം അറിയുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ പീലി നിറഞ്ഞ വേദയുടെ കണ്ണുകളിലായിരുന്നു. അവൻ അവളെ ചുറ്റിപ്പിടിച്ച് ഒന്നുകൂടെ നെഞ്ചോട് ചേർത്തു. എന്നിട്ട് പതിയെ അവളുടെ കണ്ണുകളിൽ അവന്റെ ചുണ്ടുകൾ അമർത്തി. വിറച്ചുപോയി വേദ. അവന്റെ ആദ്യത്തെ സ്പർശനം, അതിലുണ്ടായിരുന്ന ഫീലിംഗ്, അത് വേദയിലും ഉണ്ടായിരുന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ അടുത്ത കണ്ണിലും പതിച്ചു. വേദ വിറച്ചുപോയി. വായുവിൽ തൂങ്ങിക്കിടക്കുന്ന വേദയുടെ കാലുകൾ അവൾ പരസ്പരം പുണർന്നു. അവളുടെ ശരീരം എന്തൊക്കെയോ ആഗ്രഹിക്കുന്നത് വേദ ഞെട്ടലോടെ അറിഞ്ഞു. അപ്പോഴേക്കും സാരിയുടെ ഇടയിലൂടെ അവന്റെ കൈകൾ അവളുടെ വയറിൽ അമർന്നു. വേദ പിടച്ചിലൂടെ കിച്ചേട്ടാ എന്ന് വിളിച്ചു. അവൻ പെട്ടെന്ന് അവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ശ്വാസം വലിച്ചുകൊണ്ട് തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് അവളുമായി അവിടെയുള്ള ചെയറിലിരുന്നു. വേദയൊന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിൽ കിടക്കുകയാണ് ചെയ്തത്.
അവൾക്ക് അവനെ നോക്കാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം അവളുടെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ ആദ്യമായി ഉണ്ടായതിനാൽ തന്നെ അവൾക്കത് അംഗീകരിക്കാനും ഒപ്പം അതിൽ നിന്നും പുറത്തു വരാനും അവൾക്ക് സമയം വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ തന്നെ കിടന്നു. വേദയുടെ ഭാവങ്ങൾ തിരിച്ചറിഞ്ഞ ദർശ് അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണ് വേദ. ഈ മാറ്റങ്ങൾ നിനക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം എത്രത്തോളമാണ് എന്ന് നിനക്കറിയുമോ? ദർശിന്റെ ചോദ്യം കേട്ട വേദ പതിയെ അവനെ നോക്കി. അവൾക്ക് ചമ്മലുമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവന്റെ സാമീപ്യം, അവന്റെ സ്പർശം, അതൊക്കെ വേദയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടം തോന്നിയിരുന്നു. ദർശ് വേദയെ തന്റെ മടിയിൽ നേരെ വെച്ചു. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, നീ ഒരുപാട് മാറിപ്പോയി. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ ചോദിച്ചു. അത് കേട്ട വേദ മുഖം ചുളിച്ചുകൊണ്ട്, എന്തു പറ്റി? കിച്ചേട്ടന് ഇഷ്ടായില്ലേ? ഇഷ്ടാകാതിരിക്കാൻ പറ്റുമോ? നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ലോകത്ത് നിന്നെക്കാൾ മറ്റൊരു സുന്ദരി ഇല്ല എന്നാണ്, എൻ്റെ അമ്മയെ പോലെ. ആ വാക്കുകളിൽ അവനിൽ ഉണ്ടായ വേദന ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അവൾ തിരിച്ചറിഞ്ഞു. അത് കണ്ടതും വേദ പെട്ടെന്ന് അവന്റെ കവിളിലായി പിടിച്ചിട്ട്, എന്തു പറ്റി? നമ്മൾ പഴയതൊന്നും ഓർക്കേണ്ട, എല്ലാം നല്ലതിന് മതിയെന്നും നമ്മൾ തീരുമാനിച്ചതല്ലേ? നമ്മുടെ രണ്ടുപേരുടെയും പാസ്റ്റ് ഒരുപാട് വേദനകൾക്ക് മാത്രമാണ് സ്ഥാനം. പക്ഷെ ഇനി അത് വേണ്ട. പഴയത് വേദനിക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ആലോചിക്കണ്ട. ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ വേദ? പെട്ടെന്ന് ദർശ ചോദിച്ചു. അതിന് കണ്ണുമിഴിച്ച് അവനെ നോക്കുകയാണ് വേദ ചെയ്തത്. അവളുടെ ഭാവങ്ങളെ കണ്ട് ചിരിയോടെ തന്നെ, എന്ന് മാത്രമല്ല ആത്മാർത്ഥമായി അവളോട് ചോദിച്ചു, എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നു വേദ. നീ ഇല്ലാതെയുള്ള വർഷങ്ങൾ എനിക്ക് അവന്റെ വാക്കുകൾ എത്രയും സൗമ്യമാണ് എന്ന്, അവൻ അവളെ എത്രമേൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവന്റെ നോട്ടത്തിലും വാക്കുകളിലും എല്ലാം വേദയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. വേദ അവനെ വിടരുന്ന കണ്ണുകളോടെ നോക്കി. ദർശ പതിയെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കി. എന്നിട്ട് വേദയുടെ കണ്ണുകളിൽ നോക്കി തന്നെ അവൻ തന്റെ ചുണ്ടുകളാൽ അവയെ കവർന്നു. വേദ ഒന്ന് പിടച്ചുപോയി. എന്നാലും അവൾ എതിർത്തില്ല. പകരം അവളുടെ കൈകൾ അവന്റെ ഷർട്ടിനെ മുറുക്കിക്കൊണ്ട് അവനിലേക്ക് അമർന്നു. വേദയുടെ ഉള്ളിൽ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഇത്രമേലായി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വേദ തിരിച്ചറിയുന്നത് അവന്റെ സ്പർശനം തന്റെ ശരീരത്തിൽ വരുന്ന ഓരോ നിമിഷവുമാണ്. ഓരോ നിമിഷവും തന്റെ മനസ്സും തന്റെ ശരീരവും താനും എത്രമേൽ അവനെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേദ തിരിച്ചറിഞ്ഞാൽ തന്നെ അവന്റെ പ്രവൃത്തികൾ അവനിൽ പിടച്ചിലുണ്ടാക്കി എന്നതല്ലാതെ ഇഷ്ടക്കേടായിരുന്നില്ല. വേദയുടെ സോഫ്റ്റായ ചുണ്ടും അവയിൽ നിന്ന് അവന് ലഭിക്കുന്ന വികാരങ്ങളും എല്ലാം അവൻ അറിയുന്നുണ്ട്. ഒപ്പം അവയെ നുണഞ്ഞെടുക്കാനുള്ള കൊതിയും അവനിൽ ഉണ്ടായിരുന്നു. മനസ്സിനെ കൺട്രോൾ ചെയ്ത് അവളുടെ ചുണ്ടിൽ ഒന്നുകൂടി ചുംബിച്ച് പതിയെ വലിഞ്ഞു. അവൻ നൽകുന്ന അനുഭൂതിയിൽ ലയിച്ചു നിന്ന വേദ പെട്ടെന്ന് മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി. അതിന് ദർശ വേദയെ നോക്കി വശ്യമായി പറഞ്ഞു, എനിക്ക് നിന്നെ ഇപ്പോൾ തന്നെ സ്വന്തമാക്കാൻ തോന്നുന്നുണ്ട്, കടിച്ചെടുക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇതല്ല അതിൻ്റെ സമയം. എനിക്ക് നിന്നെ വേണം, എൻ്റെ ഭാര്യയായി. നിന്റെ എല്ലാം എനിക്ക് സ്വന്തമാക്കണം. ദർശന്റെ വാക്കുകൾ അറിഞ്ഞ വേദ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം അവൻ എത്രമേൽ അവളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് അവളുടെ അരികിലുള്ള അവളുടെ വയറിനായിരിക്കുന്ന അവൻ്റെ കൈകൾ തന്നെ അവളോട് പറയുന്നുണ്ടായിരുന്നു. തൻ്റെ കണ്ണുകൾ മുറുക്കിയടച്ച് വേദയുടെ നെറ്റിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് അവളെ പിന്നെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കസേരയിലേക്ക് അങ്ങനെ അവൻ ചാരിയിരുന്നു. തൻ്റെ നിയന്ത്രണം വിട്ടുപോയ മനസ്സിൻ്റെ നിയന്ത്രണം സ്വന്തമാക്കാൻ എടുക്കുന്നത് പോലെ, അല്ലെ കയ്യിലെത്തിക്കുന്നത് പോലെ. തുടരുന്നു. ആക്ച്വലി ഇതൊരു റൊമാൻറ്റിക് പാട്ടായിരുന്നു. ഞാൻ കുറേ ആലോചിച്ചു എഴുതണം എന്ന് പറഞ്ഞാൽ കുറേ റൊമാൻറ്റിക് പാട്ട് എഴുതി. പക്ഷേ ആക്ച്വലി എനിക്ക് പോസ്റ്റ് ചെയ്യാൻ നല്ല പേടിയാണ്. നമ്മുടെ യൂട്യൂബിൽ നെഗറ്റീവ് കമൻസുകൾ വരുമല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇതിലൊരു സൗണ്ട് വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. കാരണം ഞാൻ പാതിയായിട്ടാണ് വെച്ച് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഞാൻ പഴയ പോലെ ഇപ്പോൾ ഫ്രീ ആവുന്നില്ല. എന്നാലും ഗ്യാപ്പിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കഥ എത്തിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വേദ ഇങ്ങനെ ചിന്തിക്കില്ല, അല്ലെങ്കിൽ ദർശ ഇങ്ങനെ ആയിരിക്കില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ പറയണേ. അതിനനുസരിച്ച് ഞാൻ കഥ മാറ്റിക്കോളാം.
അപ്പൊ ശരി, താങ്ക് യു.